എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കനത്ത തോൽവിയിൽ LDF സർക്കാർ പാഠം പഠിച്ചു തുടങ്ങി എന്നുള്ളതാണ് കരുതുന്നത്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറക്കാൻ സർക്കാർ തീരുമാനിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് അറിയിച്ചു. 60% വരെ കുറവുണ്ടാകും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. 81 സ്ക്വയർ മീറ്റർ മുതൽ 300 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകൾക്ക് 50% പെർമിറ്റ് ഫീസ് കുറവുണ്ടാകും. കോർപ്പറേഷനിൽ 81 മുതൽ 150 ചതുരശ്ര മീറ്റർ വരെ വീടുകളുടെ പെർമിറ്റ് ഫീസിൽ 60% കുറവും ഉണ്ടാകും. പുതിയ നിരക്കുകൾ ആഗസ്റ്റ് 1 മുതൽ നിലവിൽ വരും. 80 സ്ക്വയർ മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസിൽ നിന്നും കഴിഞ്ഞ വർഷം സർക്കാർ ഒഴിവാക്കിയിരുന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ 81 മുതൽ 150 വരെ സ്ക്വയർ മീറ്ററുകളുള്ള വീടിന്റെ പെർമിറ്റ് ഫീസിൽ സ്ക്വയർ മീറ്ററിന് 50 രൂപയിൽ നിന്നും 25 രൂപയായി കുറയും. മുനിസിപ്പാലിറ്റിയിൽ 70 രൂപയിൽ നിന്നും 35 രൂപയായും കോർപ്പറേഷനിൽ 100 നിന്നും 40 രൂപയായും കുറയും. 151 മുതൽ 300 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ ഫീസ് പഞ്ചായത്തുകളിൽ സ്ക്വയർ മീറ്ററിന് 100 നിന്നും 50 കുറയും. നഗരസഭകളിൽ 120 നിന്നും 60 കോർപ്പറേഷനിൽ ഒരു സ്ക്വയർ മീറ്ററിന് 150 നിന്നും 70 രൂപയായും കുറയും. 300 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള വീടുകൾക്ക് ഒരു സ്ക്വയർ മീറ്ററിന് പഞ്ചായത്തുകളിൽ 150 നിന്നും 100 രൂപയായി കുറയും. നഗരങ്ങളിലും കോർപ്പറേഷനുകളിലും 200 നിന്നും 150 കുറയും. വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്ക് 58% വരെ കുറവുണ്ടാകും. കാലാനുസൃതമായ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിക്കാത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും വരുമാനത്തെയും കാര്യമായി ബാധിച്ചപ്പോഴാണ് സർക്കാർ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നും കേരളത്തിൽ നിലനിൽക്കുന്ന രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ പെർമിറ്റ് ഫീസ് എന്ന വസ്തുത നിലനിൽക്കെ തന്നെയാണ് സർക്കാർ ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി പകുതിയിലേറെ കുറക്കാൻ തയ്യാറായത് എന്നും മന്ത്രി MB രാജേഷ് അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒടുക്കേണ്ട ഒരു വർഷത്തെ വസ്തുനികുതി സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ മാസം, അതായത് ഏപ്രിൽ 30 ഒടുക്കുകയാണ് എങ്കിൽ 5% റിബേറ്റ് അനുവദിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അറിയിച്ചു. എന്തായാലും നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് സർക്കാർ ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. പ്രതിഷേധങ്ങളൊന്നും സർക്കാർ കാര്യമായി എടുക്കാതെ ഫീസ് വർദ്ധിപ്പിച്ചത് അതങ്ങനെ തുടരുകയായിരുന്നു. ഗണ്യമായിട്ടുള്ള വർധനവാണ് വരുത്തിയത്. 100% വർധനവ് വരുത്തിയിരുന്നു. പ്രതിപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പെർമിറ്റ് ഫീസ് ഈടാക്കാത്തത് വിവാദമായിരുന്നു. അതിനിടെ പ്രമുഖമായിട്ടുള്ള യൂട്യൂബ് ചാനലായ മാസ്റ്റർ പീസിലെ ഫിറോസ് ബാബു എന്ന സുഹൃത്ത് പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ രംഗത്ത് വരികയും അദ്ദേഹം ഇത് കുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പരാതി നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് നൽകാൻ എത്തിയപ്പോൾ അദ്ദേഹത്തെ DYFIക്കാർ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. അതും വലിയ വിവാദമായിരുന്നു. അതിനുശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ കനത്ത പരാജയം തന്നെയാണ് സർക്കാരിനെ കൊണ്ട് മാറ്റി ചിന്തിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.